ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജിസ്നാസ് കിച്ചൻ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഫത്തായർ ആണ്. ഇത് അറബിക് സ്നാക്സ് ആണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. പിന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ പൊടി ഒന്ന് കുഴച്ച് വെക്കാൻ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം, അത്രയും നമുക്കൊരു പണിയുള്ളൂ. അപ്പോൾ നമുക്ക് മിനി പിസ്സ അതുപോലെ തന്നെ ചെറിയ ചെറിയ ഫത്തായേഴ്സ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ഇത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ റെസിപ്പി പറയാം. ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് 3 കപ്പ് പൊടിയാണ്. അപ്പോൾ ഈ മെഷറിംഗ് കപ്പിൽ 3 കപ്പ് കറക്റ്റ് അളവിലാണ് എടുത്തത്. ഇനി ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഒരു പാത്രത്തിലോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് ഫെർമെൻ്റായി വന്നോളും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, കാരണം ഒരുപാട് ഉപ്പായാൽ ഇത് പെട്ടെന്ന് തന്നെ ഉപ്പ് കട്ടിക്കും, അതുകൊണ്ടാണ്. ഇനി 4 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. ഇതും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ തൈരൊക്കെ ഒന്ന് ഈ വെള്ളത്തിലൊന്ന് മിക്സ് ആവട്ടെ. അതിനുശേഷം നമുക്ക് നേരത്തെ എടുത്തു വെച്ച പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് കുഴച്ചെടുക്കുമ്പോൾ തന്നെ കുറച്ച് മൈദ കൂടെ അടുത്ത് തന്നെ വെക്കുക, കാരണം ഇത് ലൂസായിട്ടാണ് കിട്ടുന്നതെങ്കിൽ കുറച്ച് മൈദ കൂടെ ചേർത്ത് ഒന്ന് ടൈറ്റാക്കി എടുക്കണം. നല്ല ടൈറ്റായി പോകരുത് കേട്ടോ. നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്നതിനേക്കാളും ലൂസായിട്ട് വേണം ഇരിക്കാൻ. നമ്മൾ പൊറോട്ടക്കൊക്കെ മാവ് കുഴക്കൂലേ, ആ ഒരു പാകത്തിലാക്കിയിട്ട് വെക്കണം. അപ്പോൾ ഇവിടെ ഇപ്പോൾ മാവ് കുറച്ച് ലൂസായിട്ടായിരിക്കുന്നത്. ഞാനിതിലേക്ക് കുറച്ചുകൂടെ മൈദ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ കുറച്ച് ടൈറ്റാക്കി കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ വെള്ളം നമ്മൾ ചേർക്കുന്ന സമയത്ത് 1 കപ്പ് മുഴുവൻ വെള്ളം ചേർക്കണ്ട കേട്ടോ, ഒരു 3/4 കപ്പ് വെള്ളം ചേർത്തെടുത്താൽ മതി. അപ്പോൾ കറക്റ്റായിരിക്കും. അപ്പോൾ ഞാൻ പൊടിയൊക്കെ ഇവിടെ കുഴച്ചെടുത്ത് ഒന്ന് ഉരുട്ടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് ഫെർമെൻറ്റ് ചെയ്ത് വരണം. അപ്പോഴേക്ക് ഇതിൻ്റെ ഉള്ളിലേക്കുള്ള ഒരു ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 മീഡിയം സൈസ് സവാള കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ മിൻസ്ഡ് ബീഫാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മട്ടനോ ചിക്കനോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് കൊടുത്ത് ചെയ്യാം. ഇനിയിപ്പോൾ അതൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ പിസ്സ ആക്കി എടുക്കാനാണെങ്കിൽ അതിനും ഇത് ഓക്കെയാണ് കേട്ടോ. ഈ മാവ് അതിനും നല്ലതാണ്. അപ്പോൾ ഇനി ഇത് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കാം. ഞാൻ നേരത്തെ കഴുകി വെച്ചതാണ് ബീഫ്, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മിൻസ്ഡ് ബീഫാണിത്. അപ്പോൾ ഇത് നേരത്തെ കഴുകി കുറച്ച് നേരം ഊറ്റി വെച്ചാൽ ഇതിൻ്റെ വെള്ളമൊക്കെ പോവും. അപ്പോൾ അതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് നല്ലപോലെ മിക്സാക്കി എടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളി, ഒരു 3 അല്ലി വെളുത്തുള്ളി ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ചെറുതായി മുറിച്ചിട്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി ചെറുതായി മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കുക. ഞാനിതിലേക്ക് കുറച്ച് ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2.5 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. ഇത് ഒരുപാട് റെഡ് കളറായി പോകരുത്, ഒന്നൊരു ലൈറ്റായിട്ടൊന്ന് റെഡ് കളർ വന്നാൽ മതി. അപ്പോൾ ഇതൊക്കെ നല്ലപോലെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കീമ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാല ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത്, ഇത് മാത്രമേ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇനി കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ചെറുതായി മുറിച്ച ശേഷം. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വേവിച്ച് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കീമ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടണയണം. അപ്പോഴേക്കും നമ്മുടെ മാവിൻ്റെ സ്ഥിതി എന്തായെന്ന് നോക്കാം. അപ്പോൾ ഈ മാവ് നല്ല ഫെർമെൻ്റായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്നുകൂടെ ഒന്ന് കുഴച്ച് വെക്കാം. അപ്പോൾ നല്ല സോഫ്റ്റായിരിക്കും ഇങ്ങനെ കുഴച്ച് വെച്ചാൽ. നമ്മൾ ഫത്തായറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റായിരിക്കും, അതിന് വേണ്ടിയാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് നന്നായി കുഴച്ച ശേഷം ഒരു 10 മിനിറ്റ് കൂടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഒരു വലിയ ഉരുളയെടുത്ത് ഒരു ചപ്പാത്തി പോലെ പരത്തിയെടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇതുകൊണ്ട് ഞാനൊരു ഫ്ലവർ ഷേപ്പിൽ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഈ ഒരു പത്തിരി പോലെ ഞാൻ പരത്തിയെടുത്തത് ഇതുപോലെ 4 or 5 കട്ടിങ് ഇട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഒരുപാട് ഇങ്ങനെ പെറ്റൽസ് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ 5 കട്ടിങ് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു 4 എണ്ണം മതിയാവും. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതുപോലെ ഇട്ട് കൊടുക്കുക. നല്ല സെൻറ്ററിലേക്ക് വരരുത്, അവിടെ നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാനുള്ളതാണ്. അപ്പം സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഇനി അതിന് ശേഷം ഓരോ ഭാഗം ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക. ഇതിൻ്റെ ഈ 2 അറ്റം മാത്രം ഇതിലൊന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി കേട്ടോ. ബാക്കിയുള്ള ഭാഗം അങ്ങനെ വിട്ടു കൊടുക്കുക. എന്നിട്ട് പെറ്റൽസ് പോലെ ഓരോ ഭാഗത്തു നിന്ന് എടുത്തിട്ട് ഉള്ളിലേക്ക് ഇതുപോലെ മടക്കി കൊടുക്കുക. കണ്ട് ഇതൊരു ഫ്ലവർ പോലെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. നല്ലൊരു റോസ് പൂ പോലെ ഉണ്ട്. അപ്പോൾ ഇതിനി നന്നായിട്ടൊന്ന് ബേക്ക് ചെയ്ത് വരുമ്പോഴേ അതിൻ്റെ കറക്റ്റ് പെർഫെക്ഷനിൽ കാണാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഒരെണ്ണം കൂടെ ഇതുപോലെ ഉണ്ടാക്കുന്നത് കാണിക്കാം. സെൻറ്ററിൽ കുറച്ച് ഇതുപോലെ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഓരോ ഭാഗം ഉള്ളിലോട്ടായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഇതുപോലെ റൗണ്ടിലൊരു പത്തിരി പരത്തിയെടുത്തിട്ടുണ്ട്. വലിയതൊന്നും വേണ്ട കേട്ടോ. നിങ്ങൾക്ക് വലിയ ഫതായർ ഉണ്ടാക്കണമെങ്കിൽ വലിയ പത്തിരി ഉണ്ടാക്കാം, നമ്മൾ ചപ്പാത്തിയുടെ അത്രയും വലുപ്പത്തിൽ. ഇതിപ്പോൾ ഞാനൊരു പൂരിയുടെ അത്രയും സൈസിലാണ് പരത്തിയെടുത്തത്. അത്ര പോകുന്ന ഒരു ഉരുള ആണ് എടുത്തതും. അപ്പോൾ ഇതൊന്ന് 2 സൈഡിൽ നിന്നും ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. ഈ 2 സൈഡ് മാത്രം ഒന്ന് ജോയിൻ്റ് ആക്കി കൊടുക്കുക. ബാക്കിയുള്ള ഭാഗം അങ്ങനെ തുറന്നിരുന്നോട്ടെ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതും വേറൊരു ഷേപ്പാണ് ഫത്തായറിൻ്റെ. ഇനി ഞാൻ വലിയൊരു പത്തിരി പോലെ പരത്തിയെടുത്തിട്ടുണ്ട്. അത് 2 ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗത്ത് ഫില്ലിങ് വെച്ച് കൊടുത്ത ശേഷം ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ അരികൊക്കെ ഒന്ന് ഒട്ടിച്ച ശേഷം നമുക്കൊരു ഫോർക്ക് വെച്ച് വേണമെങ്കിൽ ഒന്നൊരു ഷേപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതും നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഷേപ്പാണ് കേട്ടോ. ലോട്ട് വെച്ച ശേഷം ഒരു ക്ലീൻ ഫിലിം ഇട്ടൊന്ന് റാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, കാരണം ഇത് ഉണങ്ങി പോവാതിരിക്കാനാണ്. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അതൊന്നുകൂടെ അത് ഫെർമെൻറ്റ് ചെയ്യും. ഇനി അതിൻ്റെ മേലേക്ക് ഞാൻ എഗ് വാഷ് ചെയ്യാണ്. അപ്പോൾ ഒരു മുട്ടയുടെ മഞ്ഞ മാത്രം ഒന്ന് നന്നായി കലക്കിയ ശേഷം ഇതിൻ്റെ എല്ലാത്തിൻ്റെ മേലെ ഒരു ബ്രഷ് കൊണ്ട് ഞാനൊന്ന് ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് നിങ്ങൾക്ക് ഓപ്ഷനലാണിത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കരിഞ്ജീരകമോ അല്ലെങ്കിൽ കറുത്ത എള്ളോ അല്ലെങ്കിൽ വെളുത്ത എള്ളോ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കാണുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും, അതിന് വേണ്ടിയാണ്. ഇനി ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ അടയുടെ ഷേപ്പിൽ അതുപോലെ ഉണ്ടാക്കിയെടുത്ത ശേഷം ഒരു ഫോർക്ക് വെച്ച് ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ 2 തവണ ഉണ്ടാക്കിയ വീഡിയോ ആണ് ഞാൻ ഒന്നിച്ച് കാണിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് പിസ്സ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഒരു ബൗളിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളി ചെറുതായി ഗ്രേറ്റ് ചെയ്തതും അതിലേക്ക് കുറച്ച് ടൊമാറ്റോ പേസ്റ്റും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുക, കുറച്ച് നല്ല ജീരകത്തിൻ്റെ പൊടി, കുറച്ച് ഒറിഗാനോ. അപ്പോൾ ഇതൊന്നും ഞാൻ അളവ് പറയാത്ത എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഏത് ഫ്ലേവറാണോ ഇഷ്ടം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനെപ്പോഴും പിസ്സ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ ഇതിനുള്ള സാധനം ടൊമാറ്റോ പേസ്റ്റ് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ തക്കാളി അരച്ച് പേസ്റ്റാക്കി ചേർത്ത് കൊടുക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കെച്ചപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി പിസ്സയുടെ മേലെ. അല്ലെങ്കിൽ പിസ്സ സോസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ പിസ്സ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല തിക്ക് സോസാണിത്. അപ്പോൾ ഞാൻ പിസ്സ ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള ഉരുളകളെടുത്ത് ഇതുപോലെ ഒന്ന് കൈകൊണ്ട് തന്നെ പരത്തി കൊടുക്കുകയാണ്. അപ്പോൾ ഈ മാവ് നല്ല സോഫ്റ്റാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൈകൊണ്ടും പെട്ടെന്ന് പരത്തിയെടുക്കാൻ പറ്റും. ഇതിന് മേലേക്ക് കുറച്ച് പിസ്സ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് ഞാൻ കുറച്ച് കീമയാണ് ഇപ്പോൾ വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഞാൻ സോസേജ് വെച്ച് ഉണ്ടാക്കാറുണ്ട്, അതുപോലെ ഷ്രെഡഡ് ചിക്കൻ വെച്ച് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഇതിൻ്റെ മേലേക്ക് കുറച്ച് ക്യാപ്സിക്കം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്ലൈസ് ചെയ്ത് സവോള കുറച്ച് വെച്ച് കൊടുക്കാം. ഇതൊക്കെ ഇങ്ങനെ കടിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ മഷ്റൂം ഉണ്ടെങ്കിൽ മഷ്റൂം ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ഒലീവ്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ ചീസ് വെച്ച് കൊടുക്കണം. ഇത് മൊസറല്ല ചീസാണ്, ഞാൻ പാക്കറ്റ് വാങ്ങിക്കുന്നതാണ്. അപ്പോൾ ഇത് കുറച്ച് കൂടുതലായിട്ട് തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും പിസ്സ കഴിക്കാനായിട്ട്. പിന്നെ ഇത് ഞാൻ ഓരോന്നായിട്ട് ബേക്ക് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ നേരത്തെ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ ഞാൻ ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി അത് എടുത്ത ശേഷം ഈ പിസ്സയും കൂടെ അതിലോട്ട് വെച്ച് കൊടുക്കാം. കണ്ടോ, നല്ല സോഫ്റ്റാണ്.
നിങ്ങൾക്കിത് കാണുമ്പോൾ അറിയുന്നുണ്ടാവും നല്ല സോഫ്റ്റായിട്ടായിരിക്കുന്നതൊക്കെ. ഞാനിപ്പോൾ ഈ ഫത്തായറൊക്കെ ഒരു കാസറോൾ ഇട്ട ശേഷം ഒരു തുണി കൊണ്ട് മൂടി വെച്ചതാണ്, അല്ലെങ്കിൽ അതിൻ്റെ വിയർപ്പൊക്കെ ഇറങ്ങും നമ്മൾ മൂടി വെച്ചാൽ. അപ്പോൾ നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഗുണ്ടുമണി പോലെ ഇരിക്കുന്ന പിസ്സ ആണ്, നല്ല സോഫ്റ്റും ആണ് കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, അത് നല്ല ചൂടാണിത്. ബാക്കിയുള്ള മാവ് കൊണ്ട് ഞാനിതുപോലെ തവയിൽ അടുപ്പിൽ വെച്ചൊരു പിസ്സ ഉണ്ടാക്കി എടുക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടി ഒരു തവയിലേക്ക് ഞാൻ ബാക്കിയുള്ള മാവ് ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ ഒരു ഫോർക്ക് വെച്ചൊന്ന് കുത്തി കൊടുക്കുക, ഈ സോസൊക്കെ ഉള്ളിലേക്ക് ഇറങ്ങാൻ വേണ്ടിയാണ്. അപ്പോൾ ഇങ്ങനെ വലിയ പിസ്സ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ചെയ്ത് കൊടുക്കുക. ചെറിയ പിസ്സ ആകുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ച സോസും കൂടെ ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മേലേക്ക് കുറച്ച് നേരത്തെ പോലെ തന്നെ കുറച്ച് കീമ, കുറച്ച് സൈത്തൂന്, ഉള്ളി, ക്യാപ്സിക്കം, ചീസ് എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. ചീസ് നന്നായി ചേർക്കുമ്പോഴാട്ടോ പിസ്സക്ക് കൂടുതൽ ടേസ്റ്റ് വരുന്നത്. കാരണം ആ ചീസ് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വലിഞ്ഞ് വരുമ്പോൾ അത് കാണാനും നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഞാൻ നല്ലപോലെ ചീസൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു തട്ടിൻ്റെ മേലെ വെച്ചിട്ട് ഈ തവ വെച്ചിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ഒന്ന് അടച്ച് വെക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ പിസ്സയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റായിട്ടും നല്ല ടേസ്റ്റി പിസ്സയാണ്. അപ്പോൾ ഈ ഫത്തായറൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം സോഫ്റ്റ് ഫത്തായറാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് നിങ്ങളും ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കൂടെ എന്നെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ജസ്നസ് കിച്ചൻ.